നമസ്കാരം. ടിനി ടോമിനെതിരായ കേസ്, അൻസിബ നൽകിയ പരാതിയിലെ കേസ്. ടിനി ടോമിനെതിരെ കേസെടുക്കുമ്പം പുതിയ ചില പ്രതിസന്ധികൾ രൂപപ്പെടുന്നുണ്ട്. അഭിനേതാക്കളുടെ സംഘടനയിലെ അമ്മ പ്രസിഡന്റിന്റെ ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ BJP താല്പര്യത്തിന് വേണ്ടി പോലീസിനെ സ്വാധീനിച്ചോ? പോലീസ് ആ സ്വാധീനത്തിന് വഴങ്ങിയോ? ഈ ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ജാഗ്രതയോടെ ഇടപെടുകയാണ് എന്നാണ് തലസ്ഥാനത്ത് നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒടുവിലത്തെ വിവരം. മികച്ച ഇമേജിൽ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പേരുദോഷമുണ്ടാക്കരുത് എന്ന താല്പര്യം ആഭ്യന്തരമന്ത്രിക്കുള്ളതായാണ് സൂചന. അത്രമാത്രം ഗൗരവമുള്ളതാണോ അൻസിബയുടെ പരാതിയും കോടതി ഇടപെടലും? ആണെന്ന് മാത്രമല്ല, ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തുവരികയാണ്. അത് ആഭ്യന്തര വകുപ്പിനെ കൂടുതൽ ജാഗ്രതാക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ, ഗൗരവതരമായ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുകയാണ്. 3 പ്രധാന കാര്യങ്ങൾ ആദ്യം നോക്കാം. 1, ടിനി ടോമിൻ്റെ അടക്കം രാഷ്ട്രീയ ബന്ധം കേസെടുക്കാതിരിക്കാൻ കാരണമായിട്ടുണ്ടോ? 2, പുറത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടോ? BJPയുടേതടക്കമുള്ള ജനപ്രതിനിധികൾ അമ്മയുടെ മുൻനിരയിൽ ഉണ്ട്. അവരുമായി അടുപ്പമുള്ളവരാണ് പ്രതികൾ. പലപ്പോഴും അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഘോരഘോരം വാദിക്കുന്നതും പതിവാണ്. അത്തരം സ്വാധീനത്തിൽ പോലീസ് വിധേയമായിട്ടുണ്ടോ? പോലീസിൻ്റെ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരിൻ്റെ പോലീസിനെ മറ്റൊരു വഴിയിലൂടെ ഇത്തരം BJP ഇടപെടലിലൂടെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കും. 3, സിനിമാ സെറ്റുകളിലടക്കം പരിശോധനയ്ക്ക് നടത്താൻ മടിയില്ല എന്ന് ഓപ്പറേഷൻ തൂഫാൻ കാര്യത്തിൽ ചരിത്രത്തിൽ ആദ്യമായി നിലപാടെടുത്തയാളാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ പോലീസ് സിനിമാ മേഖലയിൽ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പരാതി ഉണ്ടാകുമ്പോൾ പ്രതികളുടെ പക്ഷം പിടിക്കുന്നു എന്ന ദുഷ്പേര് സൃഷ്ടിച്ചത്, ഇപ്പോൾ ഈ സാഹചര്യം സൃഷ്ടിച്ചത് ആരാണ്? ഇനിയും കോടതിയിൽ നിന്ന് വിമർശനമേൽക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ കടുത്ത നടപടി എടുത്തേക്കുമെന്നാണ് ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള വിവരം. അതേസമയം അമ്മയിലെ തർക്കത്തിൻ്റെ തുടർച്ചയായി കണ്ട് ഒതുക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നും കുറ്റകൃത്യത്തെ അതിൻ്റെ ഗൗരവത്തോടെ കാണണമെന്നും നടപടികൾ ആരോപണങ്ങളുടെ കാഠിന്യത്തിനും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും സ്വീകരിക്കണം എന്നുമുള്ള നിർദ്ദേശമാണ് ഉന്നത ഉദ്യോഗസ്ഥർ വഴി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അൻസിബയുടെ പരാതികൾ സംബന്ധിച്ച് പോലീസ് പഴയ നിലപാട് തുടർന്നേക്കില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നിലവിലെ പോക്ക് ഏതു മട്ടിലാണ്? നിലവിൽ ടിനി ടോമിനെതിരായ കേസടക്കം അൻസിബയുടെ 3 പരാതികളുണ്ട് പോലീസിന്റെ മുന്നിൽ. ഒന്നാമത്തേത്, പോലീസ് പരിഗണിക്കാതിരുന്നിട്ടും കോടതി ഇടപെട്ട് കേസെടുക്കാൻ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച ഈ കേസ്. രണ്ടാമത്തേത്, ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ഉപദ്രവിക്കുന്നു, അതിൽ അൻസിബയുടെ ഒരു വാട്സപ്പ് മെസ്സേജിൻ്റെ, മൊബൈൽ മെസ്സേജിൻ്റെ പങ്ക് അന്വേഷിക്കാൻ വിളിച്ചു വരുത്തിയിട്ട് അവരെ അപമാനിച്ചു എന്ന പരാതി. അതിൽ വനിതാ SIയും ആരോപണ വിധേയയാണ്. മൂന്നാമത്തേത്, ലക്ഷ്മിപ്രിയയുടെ ആക്ഷേപ വീഡിയോയ്ക്കെതിരെ നൽകിയ പരാതി. ഇതെല്ലാം പോലീസ് ഇത്രയും നാൾ തട്ടിക്കളിക്കുകയായിരുന്നു. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും അനാവശ്യവും മോശവുമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതിനുള്ള പരാതി അതീവ ഗൗരവമുള്ളതാണ്. പ്രാഥമികമായി അത് പരാതി നൽകാതെ തന്നെ പൊതുമധ്യത്തിൽ വിമർശന വിധേയമായതാണ്. ഒരു സ്ത്രീയെക്കുറിച്ച് അമ്മാതിരി അധിക്ഷേപങ്ങളാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. പുരുഷന്റെ കൂടെ ഹോട്ടലിലെത്തിയതും രാത്രിയിൽ അവരെ തമ്മിൽ ബന്ധിപ്പിച്ച അവിഹിത കഥാപ്രചരണത്തിന് ഇട്ടുകൊടുത്തതും മദ്യം ഒഴിച്ചു കൊടുത്തു എന്നടക്കമുള്ള ആക്ഷേപിക്കാനുള്ള കാര്യങ്ങൾ പൊതുമധ്യത്തിൽ ഇട്ടുകൊടുത്തു. ഒപ്പം മതവാദിയാണ്, ജിഹാദി എന്ന ആരോപണത്തിന് അവസരം സൃഷ്ടിച്ചു. അതിൽ അൻസിബ പരാതി നൽകി. എന്നാൽ ടിനി ടോമിനെതിരായ പരാതിയുടെ തന്നെ അവസ്ഥയായിരുന്നു ലക്ഷ്മിപ്രിയയുടെ കാര്യത്തിലും ഇതുവരെയുള്ളത്. ഇതുവരെ നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന്. സാധാരണ ഒരു പരാതി ലഭിച്ചാൽ സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടിക്രമങ്ങൾ പോലും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. പരാതിക്കാരിയുടെ മൊഴിയെടുക്കുക, പിന്നാലെ ആരോപണ വിധേയരെ ചോദ്യം ചെയ്യുക. ഇവിടെ ആരോപണത്തിന് ആധാരമായ തെളിവ് യൂട്യൂബിൽ തന്നെ നിലനിൽക്കുകയാണ്. അത് ഡിലീറ്റ് ചെയ്യാനോ പ്രചരിപ്പിക്കാനോ ഉള്ള നടപടി പോലും പോലീസ് കൈക്കൊണ്ടിരുന്നില്ല. ഇപ്പോൾ ടിനി ടോമിൻ്റെ കേസിൽ കോടതിയിൽ നിന്ന് ആവശ്യത്തിന് കിട്ടിയപ്പോൾ ചില അടിയന്തര ഇടപെടൽ പോലീസ് സ്വീകരിക്കുകയാണ്. ഈ പരാതി എറണാകുളം സെൻട്രൽ DCPക്ക് ഫോർവേഡ് ചെയ്തതായി സിറ്റി പോലീസ് കമ്മീഷണർ പരാതിക്കാരി അറിയിച്ചു. മുമ്പ് പാലാരിവട്ടം സ്റ്റേഷനിലായിരുന്ന അന്വേഷണമാണ് കോടതി ഇടപെടലിൻ്റെ തുടർച്ചയായിട്ടെന്നോണം ACPയുടെ പരിധിയിലേക്ക് മാറ്റിയത്. ആഭ്യന്തര വകുപ്പ് കോടതി ഇടപെടലിൻ്റെ തുടർച്ചയായി സംഭവം ഗൗരവത്തിലെടുത്തു എന്നാണ് ഇത് തെളിയിക്കുന്നത്. ലക്ഷ്മിപ്രിയയ്ക്കും വനിതാ SIക്കും എതിരെ നൽകിയ പരാതിയിൽ വരുന്ന ശനിയാഴ്ച അൻസിബയുടെ മൊഴിയെടുക്കാൻ കോടതി നിശ്ചയിച്ചിട്ടും ഉണ്ട്. കോടതി നടപടികളെ പോസിറ്റീവായി കാണുന്നുവെന്ന് അൻസിബയുടെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പോലീസ് നടപടികൾ ഇനി എങ്ങനെയെന്ന് നോക്കി പ്രതികരിക്കാമെന്നാണ് നിലപാട്. ഇതേസമയം ഇത്രയും വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയ കേസിൽ പോലും പരാതിക്കാരിക്ക് പ്രാഥമിക നീതി പോലും കിട്ടിയിട്ടില്ല പോലീസിൽ നിന്ന് എന്ന് അൻസിബയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഫിർദൌസ് മനോരമ ഓൺലൈനോട് പറഞ്ഞ പ്രതികരണം ശ്രദ്ധേയമാണ്. ഈ പോരാട്ടം അൻസിബയ്ക്ക് വേണ്ടി മാത്രമല്ല, നാളെ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു സ്ത്രീക്കും നീതി നിഷേധിക്കപ്പെടാൻ പാടില്ലെന്ന ലക്ഷ്യത്തോടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. പരാതിയിൽ അൻസിബയെയും ടിനി ടോമിനെയും മറ്റു പലരെയും വിളിച്ച് മൊഴിയെടുത്തിരുന്നു.
എന്നിട്ടും ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാതെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അന്വേഷിക്കുക പോലും ചെയ്യാതെ എങ്ങനെയാണ് കഴമ്പില്ല എന്ന് പോലീസിന് മനസ്സിലായത്. അതുകൊണ്ടാണ് അതിനുശേഷം കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനാണ് ഉത്തരവ്. കടവന്ത്ര പോലീസ് സ്റ്റേഷനിലാണ് FIR ഇടേണ്ടത്. അവിടെയായിരിക്കും തുടർ നടപടികൾ. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും അധിക്ഷേപം പറഞ്ഞതിനെതിരെ ലക്ഷ്മിപ്രിയയ്ക്ക് എതിരെ പരാതി നൽകിയിട്ടുണ്ട്. അൻസിബയുടെ പരാതിക്ക് കമ്മീഷണർ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. എറണാകുളം ACPക്ക് കൈമാറി എന്ന്. അതിൽ മെയിൽ ആ കാര്യം പരാമർശിച്ച് അയച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്. പരാതി കൊടുത്തിട്ടും അവർ ആ വീഡിയോ പോസ്റ്റ് ചെയ്തു എന്നത് ഗുരുതരമായ സാഹചര്യമാണ്. ഇപ്പോൾ പാലാരിവട്ടത്ത് നിന്നും ACPക്ക് പരാതി ഫോർവേഡ് ചെയ്ത സാഹചര്യത്തിൽ ഇനി അവിടെയാകും ആ കേസിൽ തുടർ നടപടി. അവർ കേസെടുക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ലക്ഷ്മിപ്രിയക്കും വനിതാ SIക്കുമെതിരെ നൽകിയ പരാതിയിൽ ശനിയാഴ്ച സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരിട്ട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പബ്ലിക് സർവൻറ്റ് കൂടി, അതായത് പോലീസ് ഉദ്യോഗസ്ഥ കൂടി ഉൾപ്പെട്ടതുകൊണ്ട് എങ്ങനെയാണ് നടപടികൾ എന്ന് അറിയാൻ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഗുരുതരമായ രാഷ്ട്രീയ ആരോപണവും അൻസിബയുടെ അഡ്വക്കേറ്റ് ഉന്നയിക്കുന്നുണ്ട്. അൻസിബയുടെ ഒരു പരാതിയും സ്വീകരിക്കാത്തതിന് പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അഡ്വക്കേറ്റ് പറഞ്ഞത് ഇങ്ങനെയാണ്: അൻസിബ നൽകുന്ന പരാതികളൊക്കെ പോലീസ് തള്ളിക്കളയുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ കളിയുണ്ട്. ടിനി ടോം ഇവിടെ ഒരു ടൂൾ മാത്രമാണ്. അതിന് പിന്നിൽ ശ്വേതാ മേനോൻ, രാഷ്ട്രീയ പ്രമുഖനായ സൂപ്പർ നടൻ തുടങ്ങിയ വലിയൊരു ടീം തന്നെയുണ്ട്. വരും ദിവസങ്ങളിൽ പല രഹസ്യങ്ങളും പുറത്തു വരും. ലക്ഷ്മിപ്രിയയും ടിനി ടോമെല്ലാം, അതായത് രണ്ട് രാഷ്ട്രീയ ചേരിയുള്ളവർ ഒരുമിച്ച് നിൽക്കുകയാണ് ഇവിടെ. ടിനി കോൺഗ്രസ് അനുഭാവിയും ലക്ഷ്മിപ്രിയ സംഘപരിവാർ അനുഭാവിയും ആണല്ലോ. ലക്ഷ്മിപ്രിയയെ പോലീസ് സംരക്ഷിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ താല്പര്യമുണ്ട്. ഒരർത്ഥത്തിൽ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്, പോലീസ് അവരുടേതല്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന തരത്തിലുള്ള ഇടപെടലാണ്. എന്നാൽ കാര്യം അവിടെയല്ല. മുമ്പ് പിണറായി സർക്കാരിൻ്റെ കാലത്തും തനിക്ക് അനുഭവമുള്ളതാണ്. കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ പരാതി നൽകാൻ പോയപ്പോൾ ആ സിനിമയിൽ എന്താണ് തെറ്റ്, അതൊക്കെ നടക്കുന്നതല്ലേ എന്ന് ആ വ്യാജ പ്രൊപ്പഗണ്ട പ്രചരണത്തെ അനുകൂലിച്ചുകൊണ്ട് ചോദിച്ച പോലീസാണ്. ഇപ്പോൾ അതേ രാഷ്ട്രീയമാണ് ഈ കേസിൽ നടപ്പാക്കുന്നത്. ഭരണം മാറിയിട്ടും അവരുടെ കാഴ്ചപ്പാടും പോലീസിൻ്റെ സമീപനവും മാറുന്നില്ല. സൂപ്പർ നടനും ശ്വേതാ മേനോനും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന തരത്തിലുള്ള ആരോപണമാണ് അഡ്വക്കേറ്റും ഉന്നയിക്കുന്നത്. അമ്മ പ്രസിഡന്റ് BJPക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്ന ബാബുരാജിൻ്റെ ആരോപണം കൂടി ചേർത്ത് വായിക്കുമ്പോൾ എല്ലാം വളരെ വ്യക്തം. മറ്റൊരു വെളിപ്പെടുത്തൽ അൻസിബ പരാതി നൽകിയപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ തന്നെ വിളിച്ചിരുന്നു എന്ന കാര്യമാണ്. യൂട്യൂബിൽ ഈ വീഡിയോ, അപവാദ വീഡിയോ പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ച കാര്യം ആഭ്യന്തരമന്ത്രിയെ തന്നെ അറിയിച്ചിരുന്നു എന്നുള്ള ഗുരുതരമായൊരു വെളിപ്പെടുത്തലാണ്. 4 മണിക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നും അത് വലിയ ദോഷം ചെയ്യുമെന്നും അന്ന് ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞതാണ് പരാതിക്കാരി, അതായത് അൻസിബ. എന്നാൽ ഞാൻ വിളിച്ചു പറയാം, FIR ഇടുന്നതിന് വേണ്ട നടപടികൾ നിർദ്ദേശിക്കാമെന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷെ പോലീസ് വില കൊടുത്തില്ല. 10 മിനിറ്റിനകം കേസെടുക്കും എന്ന് പോലീസ് വിളിച്ച് പറഞ്ഞു പരാതിക്കാരിയെ. അത് ആഭ്യന്തരമന്ത്രിയുടെ കോളിന് ശേഷം അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താനായിരിക്കാം. പക്ഷേ അതിനിടയിൽ എന്താണ് സംഭവിച്ചത്? കേസെടുത്തില്ല എന്ന് മാത്രമല്ല, ആഭ്യന്തരമന്ത്രി നൽകിയ വാക്ക് ഇവർ പോലീസ് ലംഘിച്ചു. ആഭ്യന്തരമന്ത്രിക്ക് മുകളിൽ സൂപ്പർ പോലീസ് ഉണ്ടോ എന്ന ആശങ്കയാണ് അഡ്വക്കേറ്റ് ഈ സാഹചര്യത്തിൽ മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് കളം മാറി പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടന്നത്. 14 ദിവസം കഴിഞ്ഞ് തീരുമാനമെടുക്കൂ എന്ന് പറഞ്ഞ് പോലീസ് കൈകഴുകി. വിസിബിളായ ഒരു കുറ്റകൃത്യം നടന്നിട്ടും ഇതാണ് അവസ്ഥ. ഇത്തരം ആരോപണത്തിൽ എന്ത് പ്രാഥമിക അന്വേഷണമാണ് നടത്തേണ്ടത്? ഇപ്പോൾ ആ വീഡിയോയും വന്നു, അധിക്ഷേപം സമൂഹത്തിന് മുന്നിലെത്തി. അന്ന് ആഭ്യന്തരമന്ത്രിയുടെ വാക്ക് പാലിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവുമായിരുന്നില്ല. പരാതിയുമായി വരുന്ന സ്ത്രീകളുടെ ജാതിയും മതവും നോക്കിയല്ല കേസെടുക്കേണ്ടത് എന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു. അതേസമയം പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പരാമർശങ്ങളാണ് കോടതി റിപ്പോർട്ടിലുള്ളത്. ഇന്നലത്തെ കോടതി വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നീനാക്കുറുപ്പിൻ്റെ മൊഴി ഗൗരവതരമെന്ന് കോടതി നിരീക്ഷിച്ചതായാണ് റിപ്പോർട്ടുകൾ. പ്രഥമ ദൃഷ്ട്യാ തന്നെ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നും കോടതി പറഞ്ഞു. ജിഹാദി പരാമർശത്തെ നിസ്സാരവൽക്കരിക്കുന്നത് കോടതി ഗൗരവമായി കണ്ടു. പോലീസിൻ്റെ ഈ പരാമർശം അത് തമാശയാണ് എന്ന റിപ്പോർട്ട് ഗൗരവമായി കണ്ടു. എന്നാൽ കോടതി ഗൗരവത്തിലെടുത്ത അതേ വാട്സപ്പ് സന്ദേശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് പോലീസ് അങ്ങനെ ഒരു ഗൗരവമില്ലാത്ത തീരുമാനത്തിൽ എത്തിയത് എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ കോടതിയുടെ പരിശോധനയിലാണ്. കോടതി പരിശോധിച്ച കാര്യങ്ങളൊക്കെ, അതായത് വാട്സപ്പ് സന്ദേശങ്ങളടക്കം കോടതികൾ പരിശോധിച്ചതെല്ലാം പോലീസ് പരിശോധിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമാണ്. തുടർ നടപടികൾ പക്ഷേ കോടതി പറയുന്ന പോലെ സ്വീകരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പോലീസ് തൃപ്തികരമായ നടപടി കൈക്കൊണ്ടില്ലെങ്കിലും അൻസിബ കോടതിയെ വീണ്ടും സമീപിക്കാനുള്ള സാഹചര്യമുണ്ട്. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിച്ചാലേ നീതി കിട്ടൂ എന്ന നിലപാടിലാണ് പരാതിക്കാരി. അതോടൊപ്പം കോടതി ഇടപെട്ട സാഹചര്യത്തിൽ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിൽ അവരുടെ ഭർത്താവിനെതിരെ ഗാർഹിക പീഡന ആരോപണം വ്യക്തമായിരിക്കെ പോലീസ് കേസെടുക്കാതെ ഒതുക്കി തീർത്തതിനെതിരെയും ഒരു ഭാഗത്ത് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ആലപ്പി അഷ്റഫ് അടക്കം കഴിഞ്ഞ ദിവസം ഈ കാര്യം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ പരാതിയിലും അൻസിബയെ കുടുക്കുക എന്ന് മാത്രമായിരുന്നു ലക്ഷ്യം എന്നാണ് ഇപ്പോഴുള്ള ആക്ഷേപം. ജിഹാദി പരാമർശം തമാശ
തമാശയായി കണ്ട പോലീസ് നീക്കം ആഭ്യന്തര വകുപ്പിനെ ഇപ്പോൾ ആകെ കുഴപ്പിക്കുകയും പേരുദോഷം ഉണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, സംഘപരിവാറുകാരനായ ജനപ്രതിനിധിയുടെ ഇടപെടൽ എന്ന ആരോപണം പോലീസ് കോൺഗ്രസിൻ്റെ കയ്യിലല്ല എന്ന ആക്ഷേപത്തിലേക്കാണ് നയിക്കുക. ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചും ഈ കേസ് നിർണായകമാകുന്നത്. എന്തൊക്കെ നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ആഭ്യന്തരമന്ത്രിയുടെ നിരീക്ഷണം, ഇടപെടൽ ഏത് മട്ടിൽ ഫലവത്താകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. നന്ദി, നമസ്കാരം.